മുഖ്യമന്ത്രിയുടെ കുട്ടിക്ക് ഇത് മധുരം നിറഞ്ഞ പ്രവേശനോത്സവ ദിനം. കൃത്രിമ കൈയുമായി കൂട്ടുകാരുടെ കൈപിടിച്ച് വിനോദിനി 5ാം ക്ലാസ്സിലേക്ക് പടികയറി. വീണു പരിക്കേറ്റ് ചികിത്സയ്ക്കിടെ കുട്ടിയുടെ കൈമുറിച്ചു മാറ്റേണ്ടി വന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പല്ലശ്ശന സ്വദേശിയായ കുട്ടിയുടെ കൈക്ക് പകരം കൃത്രിമ കൈ വയ്ക്കുന്നതിനും സ്ഥലവും വീടിനും പുറമെ കുട്ടിയുടെ പഠനോപകരണങ്ങളും വി.ഡി. സതീശൻ നൽകിയിരുന്നു. ഞായറാഴ്ചയാണ് ജില്ലാ കളക്ടർ എ. സുധീർ വീട്ടിലെത്തി കുട്ടിക്ക് ബാഗും പുസ്തകങ്ങളും കുടയും കൈമാറിയത്. ഇതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിനോദിനിയും അമ്മ പ്രസീതയും പറഞ്ഞു. വളരെ നല്ല സന്തോഷമുണ്ട്. സാറ് ഇന്നലെ തന്നെ കൊണ്ട് തന്നില്ല, സ്കൂൾ തുറക്കുമ്പോഴേക്കും കൊണ്ട് തന്നില്ല. അതുകൊണ്ട് വളരെ നല്ല സന്തോഷമുണ്ട്. സാറിന് നന്ദിയുണ്ട്. കലക്ടർ ഇന്നലെ വി.ഡി. സതീശൻ സാറ് പറഞ്ഞിട്ട് അങ്ങനെ കലക്ടർ കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് കൊണ്ട് തന്നതായിരുന്നു. അതെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു. സാറ് വിനോദിനിക്ക് ഇങ്ങനെ സ്കൂൾ ബാഗ് കൊടുക്കണം പറഞ്ഞിട്ട് സാറ് വിളിച്ച് പറഞ്ഞു. പിന്നെ കലക്ടർ പിന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് വേണ്ടി കലക്ടർ കുട്ടീനെ കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ബാഗും കുറേ ബുക്കും, ഒരു വർഷത്തേക്കുള്ള ബുക്കും എല്ലാ നോട്ട് ബുക്കും പേന എല്ലാം ഉണ്ടായിരുന്നു. സാർ കൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. VIMHS പല്ലശ്ശന. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ നമുക്ക് കുട്ടീൻ്റെ പഠന ചെലവിനെയൊക്കെ. സന്തോഷം, ഒരുപാട് സന്തോഷം. സങ്കടവും ഉണ്ട്, സന്തോഷവും ഉണ്ട്. ഒരു ഭാഗത്ത് ഒരു സങ്കടവും ഒരു ഭാഗത്ത് സന്തോഷവും. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കുട്ടിയുടെ കുടുംബം പങ്കെടുത്തിരുന്നു. വലതു കൈ നഷ്ടമായ കുട്ടിക്ക് കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കുന്നതിനും സ്വന്തമായി ഒരു വീടൊരുക്കുന്നതിനും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് ഇടപെട്ടത്. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റപ്പോൾ വിനോദിനിക്കുട്ടി നാട്ടിൽ മധുര വിതരണവും നടത്തിയിരുന്നു. തന്റെ അങ്കിളാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു അന്ന് കുട്ടിയുടെ പ്രതികരണം. എന്തായാലും മുഖ്യമന്ത്രിയുടെ സ്വന്തം കുട്ടിയായ വിനോദിനിയെ സ്കൂൾ പ്രവേശന വേളയിൽ മുഖ്യമന്ത്രി ഓർത്തത് നാടിനും വീട്ടുകാർക്കും വലിയ ആവേശമായി. UTV ന്യൂസ്, പാലക്കാട്.